അങ്ങേക്ക് ഏറ്റവും പഥ്യമായ പാലഭിഷേകം അർച്ചനയും പതിവ് പോലെ ഇന്നും സമർപ്പിച്ചുകൊള്ളുന്നു. അടിയന്റെ പത്നിക്കും മകൾക്കും ആയുരാരോഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ. അടിയൻ സമർപ്പിക്കുന്ന ഓരോ തുള്ളി പാലും അടിയന്റെ മനസ്സിന്റെ സമർപ്പണമായി കണ്ട് ആശീർവദിക്കണേ ദേവ. അച്ഛനെന്താ വരാൻ ഇത്ര വൈകിയത്? കൺമണി, നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലച്ചാ, അമ്മ ഒന്നും തന്നില്ല. എന്താ സാവിത്രി, നീ നമ്മുടെ കുട്ടി ഇങ്ങനെ പട്ടിണിക്കിടുന്നത്? പട്ടിണിക്കിടുന്നൊന്നും അല്ല. കുടുംബക്ഷേത്രത്തിൽ ഭഗവാന് നിവേദിച്ച പാൽപ്രസാദം കഴിച്ചതിന് ശേഷമേ ഈ തറവാട്ടിൽ ആരും ജലപാനം പോലും കഴിക്കാൻ പാടുള്ളൂ. കുറെ കാലമായി ഇവിടുത്തെ രീതി ഇതാണല്ലോ, അതെല്ലാവർക്കും അറിയാം. അച്ഛാ, എങ്കിൽ നിവേദിപ്പാൽ തന്നോളൂ. അതും കഴിച്ച് പ്രാതലും കഴിച്ചിട്ട് വേണം എനിക്ക് തൊഴുത്ത് വൃത്തിയാക്കേണ്ടത്. വരൂ. വരുന്ന വഴിക്ക് ഞാൻ ആ നീലകണ്ഠ ക്ഷേത്രത്തിൽ ഒന്ന് കയറി. ശിവാർത്ഥി കുടുംബം എന്നാണല്ലോ നമ്മുടെ തറവാട് അറിയപ്പെടുന്നതേ. അറിയപ്പെട്ടാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും നമ്മൾ തികഞ്ഞ ശിവഭക്തർ തന്നെ ആയിരിക്കണം. കൺമണി, ഇന്ന് രാവിലെ നീ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരായിരുന്നത് ഒരു വലിയ കുറവ് തന്നെയാണ്. ആ കുറവ് നികത്താനല്ലേ അച്ഛാ ഞാൻ തൊഴുത്ത് വൃത്തിയാക്കുന്നത്. നാളെയാണ് നമ്മുടെ ബന്ധുവിന്റെ വീട്ടിലെ വിവാഹം. വീട്ടിലേക്ക് കുറച്ച് അധികം ദൂരമുള്ളതാ. നമുക്ക് രാവിലെ തന്നെ പുറപ്പെടാം. അങ്ങനെ ആവട്ടെ. പ്രാതലെടുത്തു വെക്ക. വാ മോളെ.
സാവിത്രി, സാവിത്രി. ആ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? എന്തൊരു ഒരുക്കോ ഇത്! ഒരുപാട് നേരമായല്ലോ. ദേ, വിവാഹത്തിന് കൺമണിയെ ഒപ്പം കൂട്ടുമെന്ന അവളുടെ ധാരണ. രാവിലെ തന്നെ പുതിയ കുപ്പായം ഒക്കെ അണിഞ്ഞുള്ള കാത്തിരിപ്പ. അവളെ ഒപ്പം കൂട്ടുന്നില്ലെന്നറിഞ്ഞാ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ആ, ഭൂകമ്പം പോയിട്ട് ഒരു ചെറിയ ഭൂമികുലുക്കം പോലും ഉണ്ടാകാൻ പോകുന്നില്ല. കൺമണിയെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അച്ഛാ, അച്ഛാ, നമുക്ക് വിവാഹത്തിന് പോണ്ടേ? പോണം. ഞാനും സാവിത്രിയും പുറപ്പെടാൻ പോവുകയാ. അപ്പൊ ഞാൻ വരണ്ടേ? മോളിങ്ങി വന്നേ, വാ. ഇരിക്കേ. ആ, കൺമണി, വളരെ ദൂരം നടന്നു വലഞ്ഞു വേണം വിവാഹ സ്ഥലത്തെത്താൻ. തിരിച്ചിവിടം വരെ എത്തുമ്പോഴേക്കും തളർന്ന് ആകെ നാശമായിട്ടുണ്ടാവും. അങ്ങനെ നടന്നു വലഞ്ഞ് വശം കെടുന്ന വിവാഹത്തിന് പോണോ, അതോ കുറച്ചകലെ മാത്രമുള്ള നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പാൽ നിവേദ്യം നടത്തണോ? ഏതാ എന്റെ കൺമണിക്ക് താല്പര്യം? അച്ഛാ, വിവാഹത്തിന് വന്നില്ലെങ്കിൽ എനിക്ക് കുടുംബക്ഷേത്രത്തിൽ പോയി എന്റെ കൈകൊണ്ട് ഭഗവാന് പാൽ നിവേദ്യം നടത്താൻ പറ്റുമോ? പറ്റുമല്ലോ. അച്ഛനില്ലെങ്കിൽ നീയല്ലേ അത് ചെയ്യേണ്ടത്. ഞാനിതുവരെ തറവാട്ടിലെ വിഗ്രഹത്തിൽ പൂജ ചെയ്തിട്ടേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിൽ പാൽ നിവേദ്യം നടത്തിയിട്ടില്ലല്ലോ. മഹാപുണ്യമല്ലേ അത്? അച്ഛാ, എനിക്ക് കുടുംബക്ഷേത്രത്തിൽ പോയി പാൽ നിവേദ്യം നടത്തിയാ മതി. നന്നായി കൺമണി. പാലഭിഷേകം മുടങ്ങുമല്ലോന്നോർത്ത് ആദ്യ പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ദേ, അകത്ത് നിവേദ്യത്തിനുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടുപോയി നിവേദ്യം നടത്ത് കേട്ടോ. പക്ഷെ അച്ഛാ, ഞാൻ നിവേദ്യം നടത്തിയ ഭഗവാൻ ഇഷ്ടപ്പെടുവോ? തീർച്ചയായും ഇഷ്ടപ്പെടുമല്ലോ. കൺമണിയല്ലേ ഈ തറവാടിലെ ഒരേ ഒരു സന്തതി. നിന്റെ പാൽ നിവേദ്യവും പ്രതീക്ഷിച്ചിരിക്കുക ഭഗവാൻ. ഞങ്ങള് വിവാഹത്തിന് പോയി തിരിച്ചു വരുമ്പോ മോൾക്ക് വളയും മാലയും ഒക്കെ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. മറക്കല്ലേ അമ്മേ? ഇല്ല മോളെ. അപ്പോ മോള് പോയി നിവേദ്യത്തിനുള്ള പാലൊക്കെ എടുത്ത് പുറപ്പെടാൻ നോക്ക്. ചെല്ലേ. വരൂ. പരമേശ്വര ഭഗവാനെ, ഭസ്മപ്രിയ, മുക്കണ്ണ, സുന്ദരേശ, അച്ഛന് പകരം ഇന്ന് കൺമണിയാണ് അങ്ങക്ക് പാൽ തരാൻ വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്ന കേട്ട് ഞാനും അങ്ങയുടെ പേരുകളൊക്കെ പഠിച്ചു. പാർവതി വല്ലഭ, ഗംഗാധര, കാലാന്തക, ഈ പേരുകളിലൊക്കെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവിടെ നിന്നോട് പോർക്കണം. പാൽക്കൊതിയനാണ് ഭഗവാനെന്ന് കൺമണിക്കറിയാം. അതുകൊണ്ട് അടിയൻ ഇന്ന് കൊണ്ടുവന്ന പാല് ഭഗവാൻ കുടിക്കണം. ഈ കൺമണി കണ്ണടച്ചിരുന്നോളാം. ഭഗവാൻ പാല് കുടിക്കുമ്പോ എന്റെ കണ്ണ് തട്ടരുതല്ലോ. ഭഗവാൻ വന്ന് കൊതിയോടെ കുടിച്ചോളൂ. ഇപ്പൊ ഭഗവാൻ വന്ന് പാല് കുടിച്ചിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട് കാണുവോ എന്തോ. എന്തായാലും നോക്കാം.
പാല് കുടിച്ചിട്ടില്ല. എന്താ ഭഗവാനെ പാല് കുടിക്കാത്തത്? അച്ഛൻ പറഞ്ഞല്ലോ ഭഗവാന് പാല് ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്കറിയാവുന്ന പേരുകളൊക്കെ വിളിച്ച് ഞാൻ ഭഗവാന് പ്രാർത്ഥിച്ചതാണല്ലോ. പിന്നെന്താ അങ്ങ് വന്ന് പാല് കുടിക്കാത്തത്? എന്താ ഭഗവാനൊന്നും മിണ്ടാത്തത്? ഞാൻ കൊണ്ടുവന്ന പാലിൽ വല്ല അശുദ്ധിയുമുണ്ടോ? അതോ അച്ഛൻ കൊണ്ടുവന്ന് പൂജിച്ചാലേ ഭഗവാൻ കഴിക്കുള്ളൂവോ? ഞാൻ അങ്ങേ പാൽക്കൊതിയനെന്ന് വിളിച്ചു. അത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ഭഗവാനെ, അതെന്റെ വിവരക്കേട് കൊണ്ടാ. കുട്ടിയല്ലേ ഞാൻ, ക്ഷമിച്ചൂടെ? പാൽക്കൊതിയനെന്ന് വിളിച്ചത് ഞാനിങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. പോരെ, വന്ന് പാല് കഴിക്കും. എന്താ ഭഗവാനെ ഇത്? എന്തിഷ്ടക്കേടാ ഈ കൺമണിയോടുള്ളത്? വയറു നിറയാൻ പാല് മാത്രം പോരെ അങ്ങക്ക്? എനിക്ക് കഴിക്കാൻ അവലും ശർക്കരയും തന്നിട്ടാ അമ്മ അച്ഛനും പോയത്. അത് ഞാൻ കഴിച്ചിട്ടില്ല. തറവാട്ടിൽ പോയി അത് ഞാൻ അങ്ങക്ക് നിവേദിക്കാം. പിന്നെ അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന വളയും മോതിരവും ഒക്കെ അങ്ങേക്ക് തന്നേക്കാം. പാല് കെട്ടുപോകുന്നതിന് മുമ്പ് അങ്ങ് പെട്ടെന്ന് വന്ന് കഴിക്കുക. ഞാൻ കൊണ്ടുവന്ന പാല് ഇഷ്ടമായില്ലല്ലേ? അത് എന്നെ ഇഷ്ടമല്ലാത്ത കൊണ്ടല്ലേ? ഭഗവാൻ പാല് കുടിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നെ വഴക്കു പറയും, പൊതിരെ തല്ലും. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഭഗവാൻ ഇത്രയും വെറുത്തല്ലോ. വെറുത്തോളൂ. ഞാൻ പാലും എടുത്തോണ്ട് പോവുക. അച്ഛനും അമ്മയും എന്നെ തല്ലി കൊന്നോട്ടെ. മകളെ കൺമണി, കൺമണിക്ക് എന്നെ മനസ്സിലായില്ലേ? നീ ഇതുവരെ തൊഴുതു പ്രാർത്ഥിച്ച ശിവനാണെന്നാ. ഭഗവാനെ, കൈലാസനാഥ, പരമേശ്വര. ശിവനോട് പരിഭവിച്ച് പാലുമെടുത്ത് കടക്കാൻ പോവുകയാണല്ലേ? നമ്മെ പട്ടിണിക്കിടാനാണോ കൺമണിയുടെ ഭാവം? പാല് തന്നില്ലെങ്കിൽ കോപിക്കും ഞാൻ. അയ്യോ വേണ്ട, ഇതാ ഭഗവാൻ കുടിച്ചോ. കൺമണിയുടെ കടുത്ത മുഖമൊന്ന് മാറണം. പരിഭവം മറന്നൊന്ന് ചിരിക്കണം. അല്ലാതെ നാം പാൽ കഴിക്കില്ല. ഇതാ കുടിച്ചോളൂ. നല്ല രുചിയുണ്ടോ ഭഗവാനെ? ഉണ്ടല്ലോ. കൺമണി കൊണ്ടുവന്ന പാലിന് കൺമണിയുടെ അച്ഛൻ കൊണ്ടുവരുന്ന പാലിനേക്കാൾ സ്വാദ്. കൺമണിയുടെ പരിഭവമൊക്കെ മാറിയില്ലേ? ആ, മാറി. നല്ല സ്നേഹമുള്ള ഭഗവാനാ. മംഗളം ഭവിക്കട്ടെ.
അച്ഛാ, പാൽനിവേദ്യം കഴിച്ചോ മോളെ? കഴിച്ചമ്മേ. പാത്രം ഒഴിഞ്ഞിരിക്കുന്നല്ലോ, നിവേദിച്ച പാലെവിടെ? നിവേദിച്ച പാല് മുഴുവൻ ശിവഭഗവാൻ വന്ന് കുടിച്ച് തീർത്തച്ച. കുട്ടി എന്താ ഈ പറയുന്നേ? പാല് മുഴുവൻ ഭഗവാൻ വന്ന് വാങ്ങി കുടിച്ചെന്നോ? കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണല്ലോ. ഞാൻ പറയുന്ന സത്യമാണ്. ഭഗവാൻ വന്ന് പാല് കുടിക്കാതിരുന്നപ്പോ ഞാൻ തൊഴുത് കരഞ്ഞപേക്ഷിച്ചു. ഭഗവാനോട് പരിഭവിച്ചു, പിണങ്ങി. അപ്പൊ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പാല് മുഴുവൻ കുടിച്ചമ്മേ. നിർത്ത്. കുട്ടിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നും ഞാനല്ലേ പാൽ നിവേദിക്കാൻ കൊണ്ടുപോകുന്നത്. കുറച്ചു പാൽ അഭിഷേകം നടത്തും, കുറച്ചു പാൽ അർച്ചിക്കും. എന്നിട്ട് ബാക്കിയുള്ള നിവേദ്യപാലുമായിട്ടല്ലേ ഞാൻ നമ്മുടെ തറവാടിലേക്ക് മടങ്ങിയെത്തുന്നത്. അത് നമ്മൾ തുല്യമായി വീതിച്ചു കുടിച്ചിട്ടല്ലേ പ്രാതല് പോലും കഴിക്കുന്നത്. നീ പറയുന്ന പോലെ ഭഗവാൻ വന്ന് പാലെല്ലാം കുടിച്ചു തീർത്തെങ്കിൽ എനിക്കെങ്ങനെ നിവേദ്യപാൽ കൊണ്ടുവരാൻ കഴിയുന്നു? എന്താ മറുപടി ഇല്ലാത്തത്? ഇതിലെന്തോ കള്ളത്തിലുണ്ട് ഏട്ടാ. ഒന്നുകിൽ പാല് തൂവിപ്പോയി, അല്ലെങ്കിൽ ഇവൾ അത് കുടിച്ചു. ഇല്ലമ്മേ, സത്യമായിട്ടും ഭഗവാൻ വന്ന് പാല് വാങ്ങി കഴിച്ചതാ. ദേ, മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ നല്ല തല്ല് കിട്ടും. എന്തായാലും നാളെയും നീ നിവേദിക്കാനുള്ള പാലുമായി ക്ഷേത്രത്തിൽ പോകണം. ഞങ്ങളും വരും. നിന്റെ നിവേദ്യത്തിന്റെ ശക്തി കൊണ്ട് ഭഗവാൻ വന്ന് പാല് കുടിക്കുന്നത് ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കാം. എന്തായാലും നീ ഇങ്ങോട്ട് വാ. മകളെ കൺമണി, നിവേദിച്ച പാല് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു വന്ന് വാങ്ങിക്കഴിച്ചുവെന്ന് നീ അവകാശപ്പെടുന്നല്ലോ. അത് ഞങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേൾക്കുന്ന ആരും അതൊട്ട് വിശ്വസിക്കാനും പോകുന്നില്ല. മകളെ, ഇനിയും സത്യം പറയാൻ സമയമുണ്ട്. പറയ്, പാൽ തട്ടി തൂകിപ്പോയതാണോ, അതോ മറ്റാർക്കെങ്കിലും നീ കൊടുത്തതാണോ, അതോ നീ തന്നെ പാനം ചെയ്തതാണോ? സത്യം പറയ്. ഒരു തുള്ളി പാലിന് വേണ്ടി ഞാൻ എന്തിനാ അച്ഛാ കള്ളം പറയുന്നത്? എത്രയൊക്കെ നിർബന്ധിച്ചാലും പറഞ്ഞാൽ ഞാൻ മാറ്റി പറയില്ല. നിവേദിച്ച പാൽ ശ്രീ പരമേശ്വരൻ വന്ന് വാങ്ങി കുടിച്ചതാ. സത്യം, സത്യം, സത്യം. നീ വീണ്ടും ക്ഷേത്രത്തിൽ പോയി ഭഗവാന് പാല് നീതിക്കണം. നിന്റെ അച്ഛനും ഞാനും ഒപ്പം ഉണ്ടാവും. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പാല് വാങ്ങി കുടിക്കുന്നത് ഞങ്ങളുടെ ദൃഷ്ടിപ്പെട്ട ഞങ്ങളത് വിശ്വസിക്കും. എന്താ, തയ്യാറാണോ? തയ്യാറാണ്. സ്വന്തം കുഞ്ഞിന്റെ വാക്ക് വിശ്വസിക്കാത്ത അച്ഛനമ്മമാരെ സത്യം ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ പാലുമായി ക്ഷേത്രത്തിലേക്ക് പോവുക തന്നെ. സ്വന്തം കുഞ്ഞിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചത്
ഭഗവാന്റെ ഒരു പരീക്ഷണം തന്നെയായിരിക്കാം. മോള് വിഷമിക്കണ്ട, ചെല്ല.